കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത മറാഠ സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജി പ്രതിമയുടെ അവസ്ഥ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഭരണപക്ഷ പാർട്ടികൾ. പ്രതിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മോദി സർക്കാരിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. 35 അടി ഉയരമുള്ള പ്രതിമ ഒരു വർഷം കൊണ്ട് തകർന്നത് കണ്ടാൽ ആരും പ്രതികരിച്ചു പോകും. ഏതായാലും മണ്ടൻ ന്യായീകരണവും ഇവിടുത്തെ സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനെ തുടർന്നാണ് പ്രതിമ തകർന്നതെന്നാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരിക്കുന്നത്. സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിലാണ് പ്രതിമ സ്ഥാപിച്ചത്. കഴിഞ്ഞ 2-3 ദിവസമായി കനത്ത മഴയ്ക്കും കാറ്റിനുമാണ് ഇവിടം സാക്ഷ്യം വഹിക്കുന്നത്. അതാകാം പ്രതിമ വീണതെന്നാണ് അവരുടെ ന്യായീകരണം. കഴിഞ്ഞ വർഷം ഡിസംബർ 4-ന് നാവികസേനാ ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. പ്രതിമ തകർന്നതിന് പിന്നാലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. നാശനഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. ശിവസേന MLA വൈഭവ് നായിക് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് മോശം നിർമ്മാണ പ്രവൃത്തി മൂലമാണ് പ്രതിമ തകർന്നതെന്നാണ്. സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചേക്കാം. പ്രതിമയുടെ നിർമ്മാണത്തിലെ വീഴ്ച സമഗ്രമായി അന്വേഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. NCP സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ജയന്ത് പാട്ടീലും സർക്കാരിനെ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരാണ് തകർച്ചയ്ക്ക് ഉത്തരവാദി. പ്രതിമ നിർമ്മിച്ച ശേഷം ശരിയായ പരിചരണം നൽകിയില്ല. സർക്കാർ ജോലിയുടെ ഗുണനിലവാരത്തിൽ ശ്രദ്ധിച്ചില്ല. പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ എന്നായിരുന്നു നേതാവ് കുറ്റപ്പെടുത്തിയത്. അതേസമയം പ്രതിമ തകർന്ന സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ശിവസേന MP പ്രിയങ്ക ചതുർവേദി നിർമ്മാണത്തിന് ഉത്തരവാദിയായ കരാറുകാരനെതിരെ നടപടിയെടുത്തോ എന്നും ചോദിക്കുന്നുണ്ട്. ആരാണ് കരാറുകാരൻ? താനെ ആസ്ഥാനമായുള്ള കരാറുകാരന് പണി നൽകിയത് ശരിയാണോ? ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും? കരാറുകാരൻ സർക്കാരിന് എത്ര രൂപ കൈക്കൂലിയായി കൈമാറിയെന്നും പ്രിയങ്ക ചോദിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതിമ തകർന്ന സംഭവം നിർഭാഗ്യകരമെന്നായിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പ്രതികരണം. ഞങ്ങൾക്ക് ശിവാജി മഹാരാജിനോട് വൈകാരികമായ ബന്ധമാണുള്ളത്. ഞങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു. ശക്തമായ കാറ്റിൽ പ്രതിമ തകർന്നത് ദൗർഭാഗ്യകരമാണ്. സ്ഥിതിഗതികൾ നേരിട്ട് പരിശോധിക്കാൻ മന്ത്രിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേ സ്ഥലത്ത് പുതിയ പ്രതിമ സ്ഥാപിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രി ദീപക് കേസാർക്കറും വ്യക്തമാക്കുന്നുണ്ട്. പ്രശ്നം ഉടൻ ഫലപ്രദമായി പരിഹരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും എന്റെ പക്കലില്ല. എന്നിരുന്നാലും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് സിന്ധുദുർഗ് ജില്ലയുടെ ചുമതലയുള്ള PWD മന്ത്രി രവീന്ദ്ര ചവാൻ ഉറപ്പു പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം കടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.